നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സമയവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയാറുണ്ട്. രാത്രിയിലെ ഉറക്കത്തിനും പകൽ ഉണർച്ചയ്ക്കും വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ശരീരം പോലും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കേരളീയ ഹൈന്ദവ ചിട്ടകളിൽ സന്ധ്യ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ദീർഘമായ വഴികൾ താണ്ടുമ്പോൾ പഴയകാലത്ത് പാട്ടുപാടി നടക്കും. യാത്രയുടെ ക്ഷീണമറിയാതിരിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ ജീവിതത്തിന്റെ കഠിനമായ വഴികളിൽ സഞ്ചരിക്കുന്ന നമുക്ക് ഈശ്വരനാമങ്ങൾ കരുത്തേകട്ടെ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കൈലാസാചലവാസിനി മുനികുലൈരാരാധ്യ സങ്കീർത്തിതേ ബാലാർക്കദ്യുതിഭാസിനി കലിയുഗേ ഭൂമി സമുദ്ധാരിണി. തിരുവനന്തപുരം നഗരം ക്ഷേത്രങ്ങളാൽ സമൃദ്ധമാണ്. ഇവിടത്തെ ദേവീക്ഷേത്രങ്ങളിൽ അധികവും ഭദ്രകാളി ക്ഷേത്രങ്ങളാണ്. ശൈവ ശാക്തേയ സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നും ഭിന്നമായി വൈഷ്ണവ ചിഹ്നങ്ങളോടെ ആരാധിക്കപ്പെടുന്ന ദുർഗാക്ഷേത്രങ്ങൾ വിരളമാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പുണ്യപുരാതന ക്ഷേത്രമാണ് നഗരമധ്യത്തിലെ കരമനയിൽ സ്ഥിതി ചെയ്യുന്ന ഇലങ്കത്ത് ശ്രീദേവി ക്ഷേത്രം. ഇലങ്കം എന്ന പദത്തിന് ആയോധന കളരികൾ എന്നാണ് അർത്ഥം. പഴയകാലത്ത് പ്രമുഖ കുടുംബങ്ങളോട് ചേർന്ന് കളരികളും കളരികളിൽ കളരി ദേവതാ പ്രതിഷ്ഠകളും ഉണ്ടായിരുന്നു. രാജാക്കന്മാരെ യുദ്ധത്തിൽ സഹായിച്ചിരുന്ന ഇത്തരം കളരികൾ കാലക്രമത്തിൽ അപ്രത്യക്ഷമായതോടെ കളരി ദേവതമാരുടെ ആരാധനാലയങ്ങൾ മാത്രമായി മാറി. അത്തരം സ്ഥാനങ്ങൾ കുടുംബത്തിലെ ദേവസ്ഥാനങ്ങൾ എന്ന നിലയിലേക്ക് മാറി. ഇന്ന് ദേവീക്ഷേത്രങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ടാണ് ഇലങ്കം എന്ന പദം അറിയപ്പെടുന്നത്. ഇരാലൈ, അങ്കം എന്നീ പദങ്ങളിൽ നിന്നാണ് ഇലങ്കം എന്ന പദം രൂപപ്പെട്ടത് എന്നും ഒരു അഭിപ്രായം നിലവിലുണ്ട്. കലമാനിന്റെ ശിരസ് എന്നാണ് ഈ പദത്തിന് അർത്ഥം. ദുർഗയുടെ വാഹനങ്ങളിൽ പെട്ടതാണ് കലമാനെന്നും ദുർഗാവാസസ്ഥാനങ്ങളാണ് ഇങ്ങനെ അറിയപ്പെടുന്നതെന്നും ഈ അഭിപ്രായക്കാർ വാദിക്കുന്നു. വാദഗതികൾ എന്തുമായിക്കൊള്ളട്ടെ, രണ്ടു തരം അഭിപ്രായങ്ങളും ഈ ആരാധനാലയത്തിന് ഇണങ്ങും. ദേവീഭക്തർ അമ്മമാരുടെ അങ്ങേയറ്റത്തെ പ്രാധാന്യത്തോടുകൂടി ദർശനം നടത്തുന്ന ഈ ക്ഷേത്രം വളരെ വിശിഷ്ടമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് അങ്ങേയറ്റം ഐശ്വര്യദായകമായ ഒരു ദേവസങ്കേതമാണ്. കൊല്ലം ജില്ലയിൽ ഭരണിക്കാവിനടുത്തുള്ള കല്ലട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചുറ്റുമല ഇലങ്കം ദേവീക്ഷേത്രമാണ് കരമന ഇലങ്കം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. ഇരയിമൻ തമ്പിയുടെ കുലദേവതയാണ് ചുറ്റുമല ഇലങ്കം ശ്രീദേവി. ഓമനത്തിങ്കൾ കിടാവോ എന്ന് പറയുന്ന ആ താരാട്ടുപാട്ടിൻ്റെ സൃഷ്ടാവ് ഇരയിമൻ തമ്പിയുടെ കുലദേവതയാണ് ചുറ്റുമല ഇലങ്കം ശ്രീദേവി. ചേരമാൻ പെരുമാളിന്റെ മകനായ കുലശേഖര പെരുമാളിന്റെ ഇളയ പുത്രൻ
കല്ലട ഭാഗത്തെ കാട്ടുപ്രദേശം തെളിച്ച് ഒരു നാട്ടുരാജ്യം സ്ഥാപിക്കുകയും അവിടെ ഒരു ഭവനം നിർമ്മിച്ച് പുതുമന എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അക്കാലത്ത് താഴ്ന്ന ജാതിക്കാരിയായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീക്ക് കാട്ടിൽ നിന്ന് കണ്ടുകിട്ടിയ വിഗ്രഹം രാജാവ് സ്വീകരിച്ച് പ്രതിഷ്ഠിക്കുകയും കുലദേവതയായി ആരാധിക്കുകയും ചെയ്തു. ചുറ്റും മലകളായിരുന്ന പ്രദേശത്ത് പണിതതിനാലും കുടുംബക്ഷേത്രമായതിനാലും ചുറ്റുമല ഇലങ്കം ദേവീക്ഷേത്രം എന്ന് ഈ ക്ഷേത്രം അറിയപ്പെട്ടു. ആ കുടുംബത്തിലെ 2 സുന്ദരിമാരായ സ്ത്രീ സന്താനങ്ങളെ കണ്ടു മോഹിച്ച കൊല്ലം രാജാവ് വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ അതിൽ താല്പര്യമില്ലാതിരുന്ന കല്ലട രാജാവ് കുട്ടികളെ ഒരു സാത്വിക ബ്രാഹ്മണനോടൊപ്പം ഒളിവിൽ പാർപ്പിച്ചു. അക്കാലത്ത് തികച്ചും ഒരു കാട്ടുപ്രദേശമായിരുന്ന കരമനയിലെത്തിയ ബ്രാഹ്മണനും കുട്ടികളും ഇവിടെയാണ് ഒളിവിൽ പാർത്തത്. അന്ന് ബ്രാഹ്മണൻ ഇലങ്കത്ത് നിന്നും ആവാഹിച്ചു കൊണ്ടുവന്ന ദേവീ ചൈതന്യത്തെ ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങി. അങ്ങനെയാണ് കരമന ഇലങ്കം ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ. ഇന്നും ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവവേളകളിൽ ക്ഷേത്ര പ്രതിനിധികൾ കല്ലട ചുറ്റുമല ഇലങ്കത്ത് ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ നടത്തുകയും അനുമതി വാങ്ങുകയും ചെയ്യുന്നു എന്നത് ഈ ഉൽപ്പത്തി കഥയെ സാധൂകരിക്കുന്നു. ഈ കഥയും ആചാരങ്ങളുമെല്ലാം ആരംഭിക്കുന്നത് ചേര രാജാക്കന്മാരുടെ ഭരണകാലത്ത് നിന്നായതിനാൽ അതിപുരാതനമാണ് ഈ ക്ഷേത്രമെന്ന് അനുമാനിക്കാം. കാലക്രമത്തിൽ ഇളയ പെൺകുട്ടി വിവാഹബന്ധം വഴി തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭാഗമായി തീർന്നതോടെ തിരുവിതാംകൂർ രാജവംശത്തിനും ഈ ക്ഷേത്രത്തിനും തമ്മിൽ ഒരു ബന്ധം നിലവിൽ വന്നു. മലർമാല്യം അണിയുന്നോരമ്മ മാനസ ശ്രീലകത്തമരുന്ന ദേവി അലയാഴി താണ്ടിങ്ങെത്തുന്ന ഭക്തർക്ക് മരുഭൂവിൻ മഞ്ഞിൻ കുളിർത്തൂകുമമ്മ. സാത്വിക ബ്രാഹ്മണന്റെ മരണശേഷം ക്ഷേത്രം നാട്ടുകാർ ഏറ്റെടുക്കുകയും ബ്രാഹ്മണന്റെ ആത്മാവിന് അവിടെ പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൽ ചില പ്രത്യേകതകളുണ്ട്. എല്ലാ പൗർണമി ദിനങ്ങളിലും നടക്കുന്ന ഘൃതദീപ പൂർണിമ എന്ന സവിശേഷമായ ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അന്നേ ദിവസം നിരവധി ഭക്തജനങ്ങൾ എത്തി നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഴകുള്ളൊരു മരുഭൂവിതിൽ ജഗദീശ്വരി നിന്റെ തിരുമുമ്പിലായി പാദങ്ങൾ നാലുമായി തൃക്കളം തന്നില പൂജോടും താനങ്ങളാ ആടാൻ കഴിഞ്ഞതൻ ധന്യം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിനത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രോത്സവം. 5 ദിവസം നിൽക്കുന്ന ഉത്സവത്തിൽ കാർത്തിക ദിനത്തിനാണ് പ്രാധാന്യം. പിറ്റേന്ന് രോഹിണിക്ക് അമ്മ പുറത്തെഴുന്നള്ളി തിരിച്ചു വരുന്നതിന് ശേഷമാണ് ഉത്സവം സമാപിക്കുക. കാർത്തിക ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് പകരുന്ന നാളത്തിലാണ് നെടുങ്കാട് കരമന ഭാഗങ്ങൾ വരെയുള്ള ഗൃഹങ്ങളിൽ കാർത്തിക ദീപം തെളിയിക്കുക. ക്ഷേത്രത്തിൽ നിന്നും ദേവീ ചൈതന്യം പരിസരങ്ങളിലേക്ക് പ്രവഹിക്കുന്നതിന്റെ പ്രതീകമാണിത്. ഇലങ്കത്തമ്മ പരിസരങ്ങളെ പ്രഭാപൂരിതമാക്കുന്ന രോമാഞ്ചദായകമായ കാഴ്ച കൂടിയാണിത്. വാരിധിക്കിക്കരെ വാരിജലോചനയ്ക്കിഷ്ട
കൂട്ടമാ പൊൻകണി രാവിൻ മടിയിൽ മയങ്ങാതെ മക്കൾ നിന്നശ്വരഥങ്ങളൊരുക്കി. ഇടവമാസത്തിൽ അശ്വതി നക്ഷത്രത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷ ദിനം. നവരാത്രി അടക്കമുള്ള മറ്റ് ഹൈന്ദവ വിശേഷ ദിനങ്ങളും പ്രൗഢമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. അമ്പലത്തിൽ പ്രാധാന്യം ആയില്യമുണ്ട്. ആയില്യത്തിന് പിന്നെ പൗർണമിക്ക് നെയ്വിളക്ക് കത്തിക്കും. പിന്നീട് എല്ലാ ആയില്യത്തിനും പിന്നെ വിനായക ചതുർത്ഥി, മീനഭരണിയാണ് ഉത്സവം. വൃശ്ചിക തൃക്കാർത്തികയാണ് പ്രധാനം, തൃക്കാർത്തിക മഹോത്സവം. ദീപക്കാഴ്ചയുണ്ട്. പിന്നെ ഭരണിക്ക് പൊങ്കാല, രുഗണിക്ക് പുറത്തെഴുന്നള്ളിച്ചു, മൊയ്യത്തിന് ആറാട്ട് കലശം ഉത്സവം സമാപനാണ്. അമൃതാകും അമ്മേനിൻ അന്നം നുകർന്നു പാർന്നുണഞ്ഞിടുന്ന കുഞ്ഞുങ്ങളും മാനത്തുതിച്ചൊരു വെൺചന്ദ്രലേഖയും മാറത്തു കൈകൂപ്പി നിന്നു. ശംഖചക്രധാരിണിയും അഭയവരത മുദ്ര അണിഞ്ഞവളുമായി സൗമ്യഭാവത്തോടെ ദുർഗാമാതാവ് കുടികൊള്ളുന്ന സങ്കേതമാണിത്. ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതാ സ്ഥാനങ്ങളും ഈ പുണ്യസങ്കേതത്തിലുണ്ട്. ഉപദേവതമാരുമായി ബന്ധപ്പെട്ട വിശേഷ ദിനങ്ങളിലെല്ലാം പ്രത്യേക പൂജകൾ നടക്കുന്നു. നവഗ്രഹദോഷ പരിഹാര പൂജയുമുണ്ട് ഇവിടെ. ശബരിമല മേൽശാന്തിയായിരുന്ന തെക്കേടത്ത് നാരായണൻ വിഷ്ണു നമ്പൂതിരിയുടെ താന്ത്രികത്വത്തിൽ അനുഷ്ഠാനങ്ങളും പൂജകളും കൃത്യമായി നടത്തപ്പെടുന്ന ഈ ക്ഷേത്രം ദേവപ്രശ്നത്തിലൂടെ നിർദ്ദേശിക്കപ്പെട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുകയാണ്. പുനരുദ്ധാരണം പൂർത്തിയാകുന്നതോടെ ദേവീ ചൈതന്യം 10 മടങ്ങ് വർദ്ധിച്ച് കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തപ്പെടും എന്നതിൽ തർക്കമില്ല. ആശ്രയമേകണം നീ, അടിയങ്ങൾക്കാശ്രയമേകണം നീ. ഭുവനേശ്വരി ഭവാനി, പരമേശ്വരി ശിവാനി, അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തിടും അടിയങ്ങൾക്കേകണമാശ്രയം നീ, അടിയങ്ങൾക്കേകണമാശ്രയം നീ. ഭുവനേശ്വരി ഭവാനി. ഒരാളുടെ മഹത്വം അളക്കുന്നത് അയാൾ നമുക്ക് തരുന്ന പ്രയോജനം കൊണ്ടല്ല, മറിച്ച് ലോകത്തിനാകമാനം നൽകുന്ന പ്രയോജനം കൊണ്ടാണ്. ലോകത്തിന് പ്രയോജനകരമായി ജീവിച്ച് അത്തരം മഹത്തുക്കളുടെ നിലയിലേക്ക് ഉയർന്നു വരുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.